എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതാ. പല ജില്ലകളിൽ നിന്നും നമ്മളെ വാട്സപ്പ് മെസ്സേജ് അതേപോലെ തന്നെ കോണ്ടാക്ട് ഒക്കെ ചെയ്യാറുണ്ട് ടോയ് സർവീസിന് വേണ്ടി. എന്താ ലോങ്ങിൽ നിന്നൊക്കെ ഈ 1000 രൂപ 1200 വിലയുള്ള ആർ സി കാറൊക്കെ പാർസൽ വിട്ട് സർവീസ് ചെയ്താൽ നിങ്ങൾക്ക് അതൊരു വൻ നഷ്ടമായിരിക്കുള്ളൂ സംഭവം. നമുക്ക് മാക്സിമം ഒരു 5000 രൂപ മേലുള്ള വണ്ടികളൊക്കെ കൊറിയറായിട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10,1500 രൂപ മുടക്കിയാലും നിങ്ങൾക്ക് ആ ഒരു നഷ്ടം വരില്ല. എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ഷോപ്പിന്റെ ഒരു 10-30 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ നമുക്ക് ഇതേപോലത്തെ ടോയ് ആർ സി കാറൊക്കെ സർവീസിന് വരാറുണ്ട്. നമ്മളത് ചെയ്ത് കൊടുത്ത് വിടാറുണ്ട്. ടോയ് ആർ സി കാറുകൾക്ക് 100-ൽ 80% വരുന്ന കംപ്ലൈന്റ് ആണ് മോട്ടോർ കംപ്ലൈന്റ്. മോട്ടോർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബ്രഷ് കത്തിപ്പോണ കംപ്ലൈന്റ് ആണ് കൂടുതലും വരുന്നത്. ഈ ഒരു വണ്ടിക്ക് വന്നിക്കണ കംപ്ലൈന്റും ആ ഒരു സെയിം മോട്ടറിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ഇത് താഴ്ത്തി വെച്ച് ഓൺ ചെയ്ത് നമ്മൾ തള്ളി കൊടുത്താൽ വണ്ടി ഓടും. അത് കഴിഞ്ഞ് നിന്നാൽ പിന്നെ നമ്മൾ റിമോട്ടിൽ ത്രോട്ട് കൊടുത്താൽ വർക്ക് ചെയ്യില്ല. ഇതിന്റെ അതേ ത്രോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ വണ്ടി മൂവ് ആവുന്നില്ല. അതാണ് ഇതിന്റെ മോട്ടറിന്റെ ബ്രഷിന് വരുന്ന കംപ്ലൈന്റ് കേട്ടോ. ഈ ഒരു ടോയ് ആർ സി കാറിന്റെ ബാക്ക് ഗിയർ ബോക്സിലെ മോട്ടറിന്റെ ബ്രഷിന്റെ അവസ്ഥ കണ്ടിരിക്കുന്നത് ഇത് മൊത്തം കത്തിപ്പോയേക്കാണ്. അപ്പൊ ഇതേപോലെ ബ്രഷൊക്കെ മാറാനാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ മോട്ടർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റുകളിൽ 10-20 കൊടുത്താൽ മിനി മോട്ടർ കിട്ടും. അതിന്റെ ബാക്കിലെ ബ്രഷ് എടുക്കുക, എന്നിട്ട് നമ്മുടെ പഴയ മോട്ടറിന്റെ ആർമിച്ചറിലായിട്ട് അതങ്ങാട് സെറ്റ് ചെയ്യുക. അപ്പൊ സംഭവം നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ പുതിയ മോട്ടർ ഇടാത്ത കാരണവും ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ അത് നിങ്ങൾ കയറി കണ്ടാൽ മതി. നമ്മളിപ്പോ ഈ ഒരു ടോയുടെ ബാക്ക് മോട്ടറിന്റെ ബ്രഷ് മാറുന്നുണ്ട്. ഇപ്പൊ ത്രോട്ടിൽ കൊടുത്താക്കണ്ട, വണ്ടി നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തേക്കും. അപ്പൊ ആ ഒരു ബ്രഷ് മാറിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ.